നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഉന്നതി ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ നൽകി വന്നിരുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് ജില്ലാതല പരിശീലനത്തിന് സമാപനമായി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്കായി കപ്പാസിറ്റി ബിൽഡിംഗ് 3 ദിവസത്തെ ജില്ലാതല പരിശീലന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി കോഴിക്കോട് വടകര മുനിസിപ്പാലിറ്റിയിൽ ഹരിത സഹായ സംരംഭമായി പ്രവർത്തിക്കുന്ന ഹരിയാലി എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടുകൂടിയായിരുന്നു. ഹരിയാലി അംഗങ്ങളും റിസോഴ്സ് പേഴ്സൺമാരുമായ സാനുചന്ദ്രൻ, ആദിത്യ KM, ഹൃദ്യ T, അശ്വിൻ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. സംരംഭം അല്ലെ, നിലവിൽ നിങ്ങൾ ആരും സംരംഭം ചെയ്യുന്നവരല്ല, ഒരു സംരംഭം ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോവാം എന്നതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോ അതുവഴി കൂടിയാണ് നമുക്ക് എന്ത് വർദ്ധിക്കുന്നത്, വരുമാനം വർദ്ധിക്കുന്നത് അല്ലേ. പിന്നെന്താ വഴി ഞാൻ പറഞ്ഞത്, ഒരു വഴി നിങ്ങളെ യൂസർ ഫീ, ഈ യൂസർ ഫീ കളക്ഷൻ വഴിയാണ് നിങ്ങളെ സാലറി വർദ്ധിക്കുന്ന 3 വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് ആണ്. പിന്നെ നിങ്ങൾക്കുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ MCF ബെയിലിംഗ് മിഷൻ അല്ലേ, അതുവഴി കൂടെ നിങ്ങൾക്ക് എന്ത് പറ്റും, വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. നിലവിൽ നിങ്ങൾ ഇല്ലാത്തവര് ഒരു പ്രൊജക്ട് വെച്ചിട്ട് അല്ലേ, അത് വേണ്ടതാണ്, നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്, അത് നിർബന്ധമായിട്ടും വാങ്ങിക്കണം. പിന്നെ നമ്മൾ സംരംഭത്തിലേക്ക് വരാം. നമുക്ക് സംരംഭം തുടങ്ങാൻ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഓരോരോ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇവിടുന്ന് നിങ്ങളെ സംരംഭം അവതരിപ്പിക്കണം. അവതരിപ്പിക്കില്ലേ? ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും വരണം, ഒരാൾ മാത്രം അല്ല, എല്ലാ അംഗങ്ങളും വന്നിട്ട് നിങ്ങളെ ചർച്ച ചെയ്ത കാര്യങ്ങൾ, നിങ്ങളെ സംരംഭം എന്താണെന്ന് ഇവിടെ വന്നിട്ട് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യം ഏത് ഗ്രൂപ്പാ വരിക? ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനവും അതിനാൽ സമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ മെച്ചപ്പെട്ട ചുറ്റുപാടുകളും ജൈവ അജൈവ മാലിന്യങ്ങളുടെ സംസ്കരണ വിഷയങ്ങളും ചർച്ച ചെയ്തു. കൂടാതെ പരിശീലന പരിപാടിയിൽ മികച്ച വരുമാനം കണ്ടെത്താനായുള്ള മാർഗങ്ങളും വിവിധ രീതികളെക്കുറിച്ചും പരിശീലകർ പങ്കുവച്ചു. ചൂലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ 100 രൂപ കൊടുത്തിട്ട് പട്ട മേടിച്ചു. പിന്നെ ഒരു പട്ടയില് 3 പട്ടയില് ഒരു ചൂല് കിട്ടും. അപ്പം ഞങ്ങൾക്ക് മൊത്തം 30 ചൂലാണ് കിട്ടിയത്. പിന്നെ ഒരു പട്ടയ്ക്ക് 1 രൂപയാണ് ചെലവ് വരുന്നത്. പിന്നെ ആകെ ചൂല് കിട്ടിയത് ഞങ്ങൾക്ക് 30 രൂപ. ഒരാൾക്ക് 100 പട്ടയില് 30 ചൂല് കിട്ടി. ഒരു പട്ടയ്ക്ക് 1 രൂപ. ആകെ ചെലവ് വന്നത് 190 രൂപ. കത്തി, നാര് ഇത് രണ്ടും മേടിച്ചു. പിന്നെ അതിൻ്റെ ഒരു ചൂലിന് വിറ്റത് 60 രൂപ ഒരു ചൂലിന്. ആകെ ലാഭം കിട്ടിയത് 1900 രൂപ. CCV ന്യൂസ്, പഴയന്നൂർ.